നമസ്കാരം. ഇന്ന് ലോകമെമ്പാടും റോബോട്ടുകൾ സജീവമാവുകയാണ്. ഇപ്പോൾ ഊബർ ഈറ്റ്സ് പോലെയുള്ള വലിയ സ്ഥാപനങ്ങൾ പോലും അവരുടെ ഭക്ഷണ വിതരണത്തിന് റോബോട്ടുകളെ ആശ്രയിക്കുന്ന അവസ്ഥയാണുള്ളത്. നേരത്തെ തന്നെ അമേരിക്ക ഉൾപ്പെടെയുള്ള ജപ്പാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ ഊബർ ഈറ്റ്സ് റോബോട്ടുകളെയാണ് ഇതിൻ്റെ വിൽപ്പന ഏൽപ്പിച്ചിരുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഇംഗ്ലണ്ടിലും ഇപ്പോൾ വ്യാപകമായി റോബോട്ടുകൾ ഭക്ഷണം എത്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്ത എന്നാണ് ഊബർ അറിയിക്കുന്നത്. ലീഡ്സ് പോലെയുള്ള മേഖലകളിലൊക്കെയാണ് ഇപ്പോൾ ഊബർ ഈ റോബോട്ടുകളിൽ ഭക്ഷണം എത്തിക്കുന്നത്. പക്ഷേ ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നിൽ അവർക്കൊരു ചോയ്സ് ഉണ്ട്. അവർക്ക് ഒന്നുകിൽ റോബോട്ടിനെ കൊണ്ട് ഭക്ഷണം എത്തിക്കാം, അതല്ലെങ്കിൽ ആളുകൾ തന്നെ നേരിട്ട് വാഹനത്തിൽ അവിടെ എത്തി അവർക്ക് ഭക്ഷണം നൽകും. ഇത് ഒരു ഉപഭോക്താവിൻ്റെ ഇഷ്ടമാണ്. എന്നാൽ പല ഉപഭോക്താക്കളും ഇപ്പോൾ റോബോട്ടിനെ തന്നെയാണ് മുൻഗണന നൽകി സ്വീകരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. വളരെ മനോഹരമായ റെയിൻഡിയറിൻ്റെ കൊമ്പുകളൊക്കെ വെച്ച രീതിയിലാണ് ഈ റോബോട്ടുകൾ സഞ്ചരിക്കുന്നത്. 2 കിലോമീറ്റർ ചുറ്റളവിനുള്ളിലാണ് ഇവ ഭക്ഷണ വിതരണം നടത്തുന്നത്. തൽക്കാലം ഒരുപാട് ദൂരേക്ക് ഇവയെ അയക്കാനുള്ള സംവിധാനമില്ല എന്നാണ് കരുതപ്പെടുന്നത്. ഊബറിൻ്റെ അധികൃതർ പറയുന്നത് ജനങ്ങൾക്കിത് വലിയൊരു സ്വീകാര്യതയായി മാറി എന്നാണ്. അവർ ഈ റോബോട്ടുകളെ ഒരു കൊച്ചുകുട്ടികളെ കാണുന്നത് പോലെ, അല്ലെങ്കിൽ അവരുടെ ഒരു കളിപ്പാട്ടം കാണുന്നത് പോലെ അത്രയും സ്നേഹത്തോടു കൂടിയാണ് കാണുന്നത് എന്നും അങ്ങനെ തന്നെയാണ് ഓരോ വീടുകളിലും ഇതിനെ വരവേൽക്കുന്നതും എന്നുമാണ്. അപ്പോൾ സ്വാഭാവിക ഒരു സംശയം, റോബോട്ടുകൾ പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും ആരെങ്കിലും ഇതിനെ എന്തെങ്കിലും ആക്രമിക്കാൻ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് മദ്യപാനികൾ ഉൾപ്പെടെയുള്ളവർ എന്തെങ്കിലും റോബോട്ടിന് നേരെ ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് ഓട്ടോമാറ്റിക്കായി ഇത് ഓഫായി അവിടെ നിൽക്കും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് അവർക്കത് ട്രേസ് ചെയ്യാനും കണ്ടുപിടിച്ച് ഇതിൻ്റെ ഉത്തരവാദികളായ വ്യക്തികളെ പിടികൂടാനും ഒക്കെ തന്നെ കഴിയും. അപ്പോൾ ഇങ്ങനെ എല്ലാവിധ അത്യന്താധുനിക സജ്ജീകരണങ്ങളും കൂടിയാണ് ഈ ഭക്ഷണ വിതരണം ഇപ്പോൾ ലീഡ്സിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ തന്നെ നടക്കുന്നത്. മാത്രമല്ല, ലീഡ്സിൽ കൂടാതെ കേംബ്രിഡ്ജ് പോലുള്ള സ്ഥലങ്ങളിലുമൊക്കെ തന്നെ ഇപ്പോൾ പലചരക്ക് സാധനങ്ങളും കടകളിൽ നിന്ന് വിതരണം നടത്താനായി ഈ റോബോട്ടുകളുടെ സഹായം തേടിയിട്ടുണ്ട്. ഇതും വളരെ ഫലപ്രദമായ രീതിയിൽ തന്നെയാണ് നടപ്പിലാക്കുന്നത് എന്നാണ് ഈ സ്ഥാപനങ്ങൾ പറയുന്നത്. ഇത്തരം റോബോട്ടുകൾ നിർമ്മിക്കുന്ന സ്ഥാപനങ്ങളുടെ ഉപജ്ഞാതാക്കൾ പറയുന്നത് തങ്ങൾക്കിതിലേറെ അഭിമാനമുണ്ട് എന്നാണ്. കാരണം ഇത്രയും ഇത് വിജയകരമാകും എന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇപ്പോൾ വളരെ സുഗമമായി തന്നെയാണ് വീടുകളിലേക്കും മറ്റും ഈ സാധനങ്ങളുടെയും ഭക്ഷണ സാധനങ്ങളെയൊക്കെ തന്നെ ഡെലിവറി നടക്കുന്നത് എന്നാണ്. അതിൽ ഇപ്പോൾ ലീഡ്സും കേംബ്രിഡ്ജും പോലുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഇത് വിതരണം നടത്തുന്നതെങ്കിൽ പിന്നീട് വൻ നഗരങ്ങളിലേക്കും കൂടി ഈ റോബോട്ടുകളുടെ സേവനം ഉപയോഗിക്കാനാണ് ഇപ്പോൾ കമ്പനികൾ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം ലോകം വളരുന്നതനുസരിച്ച് ആളുകൾ ആകെ തിരക്കിലാണ്. ഒരു റോബോട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പെട്ടെന്ന് തന്നെ ഒരു മനുഷ്യനേക്കാൾ വേഗത്തിൽ സാധനങ്ങൾ എത്തിക്കാനും കൃത്യമായ സേവനം ഉറപ്പുവരുത്താനും ഒക്കെ തന്നെ കഴിയും എന്നാണ് ഇതിൻ്റെ ഉപജ്ഞാതാക്കളും അവകാശപ്പെടുന്നത്. ഏതാണ്ട് ഊബർ ഈറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് ലോകമെമ്പാടുമായി ഇതിനോടകം തന്നെ അവർ ഏതാണ്ട് 9 ലക്ഷത്തിലധികം ഡെലിവറികൾ ഇത്തരത്തിൽ ഈ റോബോട്ടുകൾ ഉപയോഗിച്ച് നടത്തിയിട്ടുണ്ട് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇതൊരു വലിയ ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ ലോകത്ത് റോബോട്ടുകൾ വ്യാപകമാവുകയും അവ സർജറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ഭക്ഷണ വിതരണത്തിനും ഒക്കെ തന്നെ റോബോട്ടുകളുടെ സേവനം ലഭിക്കുക എന്ന് പറയുന്നത് വളരെ ഗംഭീരമായൊരു കാര്യമാണ്. പക്ഷേ പലപ്പോഴും അവിടെ വരുന്നൊരു ചോദ്യം, ഇതിനൊക്കെ തന്നെ ആളുകൾക്ക് നേരിട്ട് കൊണ്ട് എത്തിക്കാൻ കഴിയുന്ന സംവിധാനത്തിന് യന്ത്രമനുഷ്യനെ ഉപയോഗിക്കുമ്പോൾ തൊഴിലവസരങ്ങൾ കുറയുകയില്ലേ എന്നാണ് പലരും ചോദിക്കുന്നത്. മാത്രമല്ല, ഈ ഭക്ഷണ വിതരണത്തിനൊക്കെ തന്നെ നമുക്കറിയാം സ്ഥിരം ജീവനക്കാരെ അല്ല ഊബർ ഉൾപ്പെടെയുള്ളവർ ആശ്രയിക്കാറുള്ളത്, താൽക്കാലിക ജീവനക്കാരെ മാത്രമാണ്. അവർക്കിത് ഒരു നിത്യവരുമാനമായി മാറാറുണ്ട്. പലപ്പോഴും വിദ്യാർത്ഥികളും പാർട്ട് ടൈം ജോലി ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ ഈ ഊബറിൻ്റെയും മറ്റും ഭക്ഷണ വിതരണത്തിൽ സജീവമായി പങ്കെടുക്കുക, അതിൽ നിന്നുള്ള വരുമാനം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇനി അങ്ങോട്ട് ഈ റോബോട്ടുകൾ അവിടെയും സജീവമായാൽ അവരുടെ തൊഴിൽ മേഖലയെ ഇത് ദോഷകരമായി ബാധിക്കുമോ എന്നുള്ളതാണ് പലരും ചോദിക്കുന്നത്. ഏതായാലും ഇംഗ്ലണ്ടിലെ ലീഡ്സിലും മറ്റുമൊക്കെ തന്നെ ഇത്തരം ഈ ഊബറിൻ്റെ ഈ റോബോട്ടുകൾ വളരെ പ്രിയപ്പെട്ടവരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.